ഓക്കെ. ഇന്ന് നമ്മള് ഭാരതം ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നം നമ്മളിന്ന് ഓഗസ്റ്റ് 15-ാം തീയതി ആ ഒരു അഡ്വേഴ്സിറ്റി അതൊരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാൻ കിട്ടിയൊരു വലിയ അവസരമാണ്. ഭാരതം ഇന്ന് ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, നമുക്ക് വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചാണ് കുറേയൊക്കെ ജീവിക്കുന്നത്. പക്ഷെ ഇനി അത് പോരാ. നമുക്ക് സ്വയം പര്യാപ്തത ഉള്ള രാഷ്ട്രമാണ് നമ്മൾ മാറിക്കഴിഞ്ഞാൽ. ഇപ്പൊ തന്നെ നമുക്ക് പല കാര്യങ്ങളിലും നമ്മൾ മുമ്പിലാണ്. ഇനിയും നമുക്കത് പോരാ, കുറച്ചുകൂടി അഗ്രസീവായിട്ട് പോകേണ്ടതുണ്ട്. ഇപ്പൊ ഒരു അവസരം വന്നിരിക്കുകയാണ്. അത് ഏത് രാഷ്ട്രമാണെങ്കിലും കുഴപ്പമില്ല, ആ രാജ്യത്തിന്റെ അവരുടെ താരിഫ് നടപടിക്കെതിരെ നമുക്ക് കിട്ടിയ ഒരു ചാൻസ് ആണ്. ഇപ്പൊ മിഷൻ സുദർശൻ ചക്ര ഇന്ന് മിസ്റ്റർ മോഡി, നമ്മുടെ പ്രൈം മിനിസ്റ്റർ വളരെ ഇതായിട്ട് പറഞ്ഞു, ഇന്ന് നമ്മളെല്ലാവരും രാഷ്ട്രീയം മറന്ന് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കേണ്ട ഒരു സാഹചര്യം ഇപ്പൊ. ആ കാര്യം ഈ കാര്യം ഒരു കാര്യമില്ല, ഒറ്റ കാര്യമുള്ളൂ, രാജ്യമാണ് മുമ്പോട്ട്. രാഷ്ട്രീയമൊക്കെ സെക്കൻഡും തേർഡൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇന്ത്യൻ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യേണ്ടത് ഒരു ഫസ്റ്റ് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനുവേണ്ടി നല്ലൊരു സ്വയം പര്യാപ്ത രാജ്യത്തിന് എത്തിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തണം. അപ്പൊ അതിനുവേണ്ടി കുറെ കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട്. ബൈ ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. ഓരോ കടകളിലും ഇന്ത്യൻ പ്രൊഡക്റ്റ് ലഭിക്കുന്നതാണ്, ഈ സ്ഥാപനത്തിൽ ഇന്ത്യൻ പ്രൊഡക്റ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന രീതിയിൽ ബോർഡ് വെക്കാൻ ഒരു പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്യാണ്. അതൊരു വല്ലാത്തൊരു മനസ്സിന് ഭയങ്കര ഒരു എന്താ പറയാ, ഒരു കോൺഫിഡൻസ് തന്ന, നമുക്കെല്ലാവർക്കും ഒരു രാജ്യത്തോട് ഏറ്റവും കൂടുതൽ ഒരു കമ്മിറ്റ്മെന്റ് തോന്നിയ, രാജ്യത്തിന് നമുക്ക് പ്രൗഡായി തോന്നിയ കുറെ മൊമെന്റ്സ് ആണ്. ആദ്യമായിട്ട് ഒരു പ്രധാനമന്ത്രി ഇങ്ങനെ പറയുന്നു. മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ള കാര്യവും ആത്മനിർഭർ ഭാരത് എന്നുള്ള ആ പ്രൊജക്റ്റും ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ചെറുപ്പക്കാർക്ക് സ്വന്തമായിട്ട് സംരംഭകനാകാൻ താല്പര്യമുള്ള വ്യക്തികൾക്ക് അവർക്ക് എത്രയോ കോടി രൂപ മാറ്റി വെച്ചേക്കുക, അതിന് 1 ലക്ഷം കോടി രൂപ മാറ്റി വെച്ചേക്കുക. അപ്പൊ ഇതൊരു പുതിയൊരു മിഷനാണ്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് രാജ്യത്തിന്റെ പുരോഗതിയിലേക്ക് നമ്മൾ നോക്കിക്കാണേണ്ട ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും, ഈ ഇരിക്കുന്ന എല്ലാവരും സംരംഭകരാണ്. അവിടെ ഞാൻ ഈ പ്രത്യേകം പറയാൻ കാരണം, ഞാൻ നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ മോദി കെയർ എന്ന കമ്പനിയിൽ വന്നേക്കുകയാണ്. സമീർ മോദി ഭാവന ചെയ്യുന്നത് ആസാദി ഫോർ എവരി ഇന്ത്യൻ. അപ്പൊ ഈ ദിവസം പറയാൻ ഏറ്റവും ബെസ്റ്റ് ദിവസമാണ്. ആസാദി ഫോർ എവരി ഇന്ത്യൻ, ഓരോ ഇന്ത്യക്കാർക്കും ആസാദി നൽകുക. ഇതിന്റെ എത്ര പവർഫുൾ ആണ് അതിന്റെ ഓരോ വാക്കുകൾ എന്ന് പറയും. ഈ സാറ് 29 വർഷം പറഞ്ഞ കാര്യം ഇന്ന് അതിന്റെ പ്രസക്തി വളരെ ഏറുകയാണ്. ഇന്നത്തെ ദിവസം ഇന്ന് പ്രധാനമന്ത്രി നമ്മളെ റെഡ് ഫോർട്ടിൽ വെച്ച് നടത്തിയ പ്രസംഗം, ശരിക്കും ഞാനത് കേട്ടതാണ്. എനിക്ക് വളരെയധികം അഭിമാനം തോന്നിയൊരു മൊമെന്റാണ്. 29 വർഷം പറഞ്ഞ കാര്യം ഇന്ന് പ്രധാനമന്ത്രി പറയാണ്. കുറച്ചാളും പ്രധാനമന്ത്രി കാര്യം പറയണ്ടായിരുന്നു. ഇന്ത്യ നമുക്ക് ഡോളറും നമുക്ക് മറ്റുള്ള രാഷ്ട്രങ്ങളെ ഒന്നും ആവശ്യമില്ല, വിനിമയത്തിന് നമുക്ക് റുപ്പീസ്, ഇന്ത്യൻ റുപ്പീസ് എല്ലായിടത്തും എത്തണം. ഇന്ത്യയിൽ ഇന്ത്യൻ റുപ്പീസ് മതി, ഒരു രാജ്യത്തിനും ഡോളർ നമ്മൾ എടുക്കുന്നില്ല. എങ്ങനെയുണ്ടാവും വാക്കുകളൊക്കെ? ഇനി പൗണ്ടൊന്നും വേണ്ട, ഡോളറും വേണ്ട, ഇന്ത്യൻ റുപ്പീസ് മാത്രം മതി. കേൾക്കുമ്പോൾ തന്നെ ഇതൊരു പ്രൗഡ് മൊമെന്റ് എന്ന് പറയും. ഇത് വിട്ടുകൊടുക്കാൻ പാടില്ല. നമുക്ക് കിട്ടിയ ഒരു ചാൻസ് ആണത്. ഞാൻ പറഞ്ഞ നമുക്കിപ്പോ കുറച്ച് അഡ്വേഴ്സിറ്റി കുറച്ചു നാളത്തേക്ക് ഉണ്ടാവും, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, സാരില്ല. ആ ബുദ്ധിമുട്ട് നമ്മൾ എല്ലാവരും സഹിക്കാൻ തയ്യാറാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രാജ്യത്തിന്റെ പുനർനിർമ്മാണത്തിന് ഏറ്റവും അധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കമ്പനിയായിട്ട് മോദിക്കർമാണ്. അതൊരു സംശയമില്ല. ആ ഒരു ആവേശം ഇന്ന് രാവിലെ മുതല് ഇപ്പോഴും നേരത്തെ ഞാൻ അതിനെ ആലോചിച്ചിരിക്കാം. എത്രയും പെട്ടെന്ന് ഏറ്റവും അധികം ആളുകളിലേക്ക് എത്തിക്കേണ്ട ഒരു വലിയൊരു സാഹചര്യം ഇപ്പൊ നിലനിൽപ്പുണ്ട്. അപ്പൊ ഈ വരുന്ന മാസങ്ങളൊക്കെ, ഈ വരുന്ന ഓരോ മാസങ്ങളും ഓരോ ദിവസവും വളരെ നിർണായകമാണ്. അല്ലെങ്കിൽ നമുക്ക് വലിയ എന്താ പറയാ, വിലക്കയറ്റമൊക്കെ അനുഭവപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ രാജ്യത്തിന് ഫേസ് ചെയ്യാൻ പോണ പ്രശ്നങ്ങൾക്ക് ഒരു വലിയ പരിഹാരമായിട്ട് നമ്മൾ ഈ പ്ലാറ്റ്ഫോം തന്നെ. അതാണ് രസം. സോ എല്ലാവരും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. ഞാൻ എല്ലാവരെയും ഓരോ വാക്കുകൾക്കും പ്രസക്തിയുണ്ട്. ബാബു സാർ, വെൽക്കം. ബാബു സാർ സംസാരിച്ചോളൂ. നമ്മുടെ ഇന്ത്യൻ പ്രൊഡക്റ്റ് തന്നെ നമ്മൾക്ക് യൂസ് ചെയ്യണം, അതാണ് ഏറ്റവും വലിയ കാര്യം. അതെ, അത് സാറിന് ഇപ്പൊ ഇന്ന് കേട്ട പ്രസംഗത്തിൽ നിന്ന് സാറിന് മനസ്സിലായത്, നമ്മുടെ പ്രൈം മിനിസ്റ്റർ നടത്തിയ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലായ സാറിന് കുറെ എക്സ്പീരിയൻസിൽ വ്യക്തിയാണ്. ശരിക്കും ആ പോയിന്റ് ഒക്കെ ശരിക്കും രാജ്യത്തിലെ ജനങ്ങൾക്ക്
വലിയൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ് ജനങ്ങൾക്ക്. ഇനി നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് സ്വയം നമ്മുടെ കഴിവ് നമുക്കറിയില്ല. എല്ലാവർക്കും കഴിവുണ്ട്, ദൈവം സഹായിച്ച എല്ലാവർക്കും നല്ല കഴിവുണ്ട്. പക്ഷെ ആർക്കും അത് തിരിച്ചറിയാതെ വളരെ ഒതുങ്ങിയൊക്കെ പൊക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ മുമ്പോട്ട് നീങ്ങുവാണെങ്കിൽ ശരിക്കും രാജ്യത്തിന്റെ പുരോഗതിയിൽ നമുക്ക് വലിയ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു ഭാഗത്തേക്ക് സാറിന് എന്താ പറയാനുള്ളത്, ബാബു സാർ? എന്താ പറയാ, ഇത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇന്ത്യൻ പ്രൊഡക്റ്റ് തന്നെ എല്ലാവരും യൂസ് ചെയ്യണമെന്നുള്ള അഭിപ്രായക്കാരാണ്. അതെ 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 അതെ. അല്ല, അത് ആ ഇപ്പൊ പറഞ്ഞ പോയിന്റാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതാണ് ഏറ്റവും വലിയ കാര്യം. സുധീർ എന്താ പറയുന്നത്? സുധീർ, വെൽക്കം സുധീർ. സൗണ്ട് തോന്നായി. പ്രൊഡക്റ്റ് എല്ലാം നല്ല പ്രൊഡക്റ്റ് ആണ്. നമ്മളെല്ലാം ഇന്ത്യൻ പ്രൊഡക്റ്റ് തന്നെ ഉപയോഗിക്കണം. അതെ അതെ. ഓവർ ടു പ്രീത. ഈ പ്രൊഡക്റ്റ് ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണെന്നുള്ളതും എല്ലാവർക്കും ഇന്ത്യൻ പ്രൊഡക്റ്റ് ഏതാണ് എന്നുള്ളത് മിക്ക ആളുകൾക്കും അറിയില്ല. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പരസ്യം കണ്ട എല്ലാവരും മേടിച്ച് ഉപയോഗിക്കാനല്ല. നമ്മളത് ഈ പ്രൊഡക്റ്റിന്റെ മേന്മ ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണെന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും അറിയിക്കണം. എന്നാലും മാത്രമേ പൊതുജനം ഇത് അറിയുള്ളൂ. മിക്ക ആൾക്കാർക്കും അറിയില്ല ഏതാണ് ഇന്ത്യൻ പ്രൊഡക്റ്റ്. അവര് പരസ്യം കണ്ട് വാങ്ങിച്ച് ഉപയോഗിക്കാനല്ല. അപ്പൊ നമ്മൾ ഇത് നമ്മൾ അറിയിച്ചാൽ മാത്രമേ അറിയുള്ളൂ. നമ്മൾ ഇതിൽ വന്നുകൊണ്ട് നമ്മൾക്കറിയാം ഇതിന്റെ ഗുണങ്ങളും ഇത് ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണെന്നുള്ളത് കാര്യം. അത്ര പറഞ്ഞോളൂ. ഇന്ന് പ്രീതിയെ അഭിനന്ദിക്കുകയാണ്. മോദിക്കറിന്റെ ഉൽപ്പന്നങ്ങൾ 6 മാസം വാങ്ങിച്ചതിന്റെ അതിന് ആവറേജ് ആയിട്ടുള്ള 6,900 പ്രൊഡക്റ്റ് ഇന്ന് ഇതൊക്കെ ഫ്രീ ആയിട്ട് ലഭിച്ചു. മോദിക്കർ നമുക്ക് കാണിക്കുന്നത് വേറൊരു മേഖലയിലേക്കാണ്. ഇന്ത്യൻ പ്രൊഡക്റ്റ് വെച്ചിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ കഴിഞ്ഞ 29 വർഷമായിട്ട് ലോകത്തിന്റെ ഏറ്റവും അറിയപ്പെടുന്ന കമ്പനിയായിട്ട് മാറിക്കഴിഞ്ഞു. വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിങ്ങിനകത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഏക പ്രാതിനിധ്യം മോദിക്കറിന് മാത്രമേ ഉള്ളൂ, ഇന്ത്യൻ കമ്പനികളിൽ. ഇപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ കമ്പനി ഒരു ഇന്ത്യൻ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ തന്നെ അത് ചെയ്യുന്നു. ഇന്ത്യയിൽ തന്നെ ചെയ്യുന്ന കാര്യമുണ്ട്. മേക്കിംഗ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങുന്ന ഒരു റേഞ്ചിലേക്ക് വരികയാണ് എല്ലാ ഉൽപ്പന്നങ്ങളും. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് വിമാനപുരുഷം പറയാം, ഈ ഉൽപ്പന്നം ശരിക്കും ജനങ്ങൾക്ക് ഇപ്പോ ഈ മണിക്കൂറിലെ ആവശ്യമാണ് മാറുകയാണ്. ഓവർ ടു ഉണ്ണികൃഷ്ണൻ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും നമ്മള് എല്ലാ ഇന്ത്യക്കാരും ഇന്ത്യൻ പ്രോഡക്റ്റ് തന്നെ ഉപയോഗിക്കണം എന്നാണ് എൻ്റെ അതിയായ ആഗ്രഹവും. അത് ആദ്യമേ മുതലേ എനിക്കൊരു അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. എന്തുകൊണ്ട് നമ്മളുടെ ഇന്ത്യയിൽ തന്നെ എല്ലാ ഉൽപ്പന്നങ്ങളും മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് എഴുതി എടുക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ് ആ ഒരു ഇത്. അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അത് എല്ലാവർക്കും അത് ഷെയർ ചെയ്യാനുള്ള ഒരു ഇത് കാണിക്കുക. എല്ലാവരോടും അത് പ്രത്യേകം പറഞ്ഞ് അത് ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ഇപ്പൊ പ്രധാനമന്ത്രി തന്നെ നമുക്ക് അത് പറഞ്ഞു തരുകയും ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇനി ധൈര്യമായിട്ട് നമുക്ക് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും ഈ ഇന്ത്യക്ക് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ രാജ്യം, ഈ രാജ്യത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഗോപിനാഥ് സാർ. സ്വദേശി സാധനങ്ങളെ എന്താ പറയുക, മെഡിസിൻ എന്നല്ല എല്ലാ സംഗതികളും ഇന്ത്യയിൽ ഉണ്ടാക്കി നമ്മൾ കഴിക്കണം. എല്ലാ സാധനങ്ങളും മനുഷ്യന് കഴിക്കാവുന്ന മരുന്നൊന്നുമല്ല, ആഹാര സാധനങ്ങളെല്ലാം വിദേശത്തുനിന്ന് ഒരു സാധനം ഇറക്കുമതി ചെയ്യരുത്. എങ്കിലേ നമ്മുടെ രാജ്യം പുരോഗമിക്കത്തുള്ളൂ. അല്ലാതെ പലൻ്റെയും എന്താ പറയുന്ന ഇത് കണ്ടുകൊണ്ട് നയവളർത്തെന്ന് പറഞ്ഞ ഏർപ്പാട് ശരിയല്ല. നമുക്കത് അതിലിത് വരണം. നമുക്കൊരു അഭിമാനം തോന്നുന്ന മൊമെന്റ്സ് ആണ് ശരിക്കും ഇപ്പോ ഓരോ ദിവസം നടന്നുകൊണ്ടിരിക്കുന്നത്. സാറ് പറഞ്ഞ 100% ശരിയാണ്. അതായത്
നമുക്ക് വേണ്ട, ഇന്ത്യക്ക് വേണ്ട, ഒരു ഒരു കുടുംബത്തിലേക്ക് വേണ്ട, രാജ്യത്തിന് വേണ്ട എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്ക് ഇറക്കുമതി ചെയ്യാതെ തന്നെ ഇന്ത്യയില് നമ്മൾ ഇന്ത്യൻ പ്രൊഡക്റ്റ് ഇന്ത്യയിൽ തന്നെ ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് മോദിക്ക് മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പൊ ഈ 79ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ സമയത്ത് നമ്മള് വരുന്നൊരു 5 വർഷം കൊണ്ട് ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തുന്നതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് GDP-യിൽ. ഇപ്പോ ഫസ്റ്റ് നിൽക്കുന്നത് അമേരിക്ക, സെക്കൻഡ് ചൈന, തേർഡ് ജർമ്മനി, ഫോർത്ത് ഇന്ത്യ മിക്കവാറും ഈ 5 വർഷം കൊണ്ട് തേർഡ് പൊസിഷനിലേക്ക് എത്തും GDP-യിൽ. അപ്പൊ 79 സ്വാതന്ത്ര്യ സമരം നേടുന്ന സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന വേളയില് എനിക്ക് നിങ്ങൾ എല്ലാവരുടെയും അറിയിക്കാനുള്ളത്, ഇത് മോദി കെയർ ലിമിറ്റഡ് എന്ന കമ്പനി ശരിക്കും കഴിഞ്ഞ ഇന്ത്യയിലെ ആദ്യത്തെ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. അതും ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. അറിഞ്ഞോ അറിയാതെയോ ഇതിന്റെ സ്ഥാപകര് വളരെ നല്ലൊരു നീക്കമാണ് നടത്തിയത്. അവർക്ക് 120 രാജ്യങ്ങളിൽ ബിസിനസ് ഉണ്ടെങ്കിലും ഈ പ്രൊഡക്റ്റ് ഇത് 120 എങ്ങും പോയിട്ടില്ല, ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ഇത് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്തിട്ട് ഈ എല്ലാ രാജ്യങ്ങളിലേക്കും ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാൻ നോക്കണം എന്ന് പറഞ്ഞർത്ഥം രാജ്യത്തിന്റെ എക്കണോമിയിലേക്ക് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോ അങ്ങനെ കുറേ രാജ്യങ്ങളിലേക്ക് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഇരിക്കുന്ന എല്ലാവരുടെയും റവന്യൂവില് വലിയ മാറ്റം ഉണ്ടാകും. നമ്മളപ്പോൾ മുഴുവൻ ട്രാൻസാക്ഷൻ ഇനി നടത്താൻ പോകുന്നത് റുപ്പിയിലായിരിക്കും. ഇതൊക്കെ ഒരു വലിയ നേട്ടമാണ്. കാര്യം ഇപ്പൊ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മറ്റു രാഷ്ട്രങ്ങൾ പ്രതീക്ഷിച്ച് നമ്മൾ ആകെ തകർന്നു പോകുന്ന പ്രതീക്ഷിച്ച് നമ്മൾ അത് വളരെ ചങ്കൂറ്റത്തോടു കൂടി അതിനെ ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കും. എപ്പോഴും പറയാറില്ലേ, അഡ്വേഴ്സിറ്റി ഒരു ബുദ്ധിമുട്ടുള്ള സമയം എന്ന് പറയും. ആ അഡ്വേഴ്സിറ്റിനെ ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാന്ന് പറയും. ആ ബുദ്ധിമുട്ടുള്ള സമയത്തിനെ വലിയൊരു ആവേശമായിട്ട് ഒരു വലിയ അവസരമാക്കി മാറ്റുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഓക്കെ, ഓവർ ടു അജി അമ്പലക്കാട്. അജി അവിടെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു, അവിടെ കൊടിയൊക്കെ കയറ്റി, നാട്ടിലെ എല്ലാവർക്കും ലഡുവൊക്കെ വിതരണം നടത്തി. ഇന്ന് കാലത്ത് അജയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പ്രത്യേകം അപ്രീസിയേറ്റ് ചെയ്യാം. യെസ്, ഇതൊരു രാഷ്ട്രത്തിന്റെ ബിൽഡിംഗ്, രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഈ രാജ്യത്തിനെ ബിൽഡ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സിലേക്ക് നമ്മളെല്ലാവരും നീങ്ങണം. ഇന്നൊരു മീറ്റിംഗ് അങ്ങനെ ആക്കി മാറ്റാൻ തന്നെ കാരണം അതാണ്. നമുക്ക് ഒരു മണിക്കൂറെങ്കിലും ഒരു ദിവസമെങ്കിലും നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോവേണ്ട ആവശ്യമാണ്, രാഷ്ട്രീയത്തിന് അതീതമായിട്ട്. ഓവർ ടു അജി അമ്പലക്കാട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓഡിബിളല്ലേ? യെസ്. ഏത് കാലഘട്ടത്തിലും ഭാരത ജനത എപ്പോഴും ഒറ്റക്കെട്ടായിട്ട് നിന്നുള്ള ചരിത്രം നമുക്ക് മുമ്പും പറയാനുള്ളൂ. കാരണം പല അവസരങ്ങളിലും ഇതേമാതിരിയുള്ള മറ്റുള്ള രാജ്യക്കാരിൽ നിന്നുള്ള പല രീതിയിലുള്ള ആക്രമണങ്ങൾക്കാണെങ്കിലും ഇതേമാതിരിയുള്ള പരിപാടികൾക്കാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി നിന്നിട്ടുണ്ട്, ചെറുത്തിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും തന്നെ ഇപ്പൊ എടുത്ത ഈ നിലപാടിലും ഇന്ത്യക്കാരെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കും. മാക്സിമം നമ്മൾ പുതിയ പ്രൊഡക്റ്റുകളെ കൊണ്ടുവരാനും കൊണ്ടുവന്ന പ്രൊഡക്റ്റ് അന്യ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റുകളെ നമ്മൾ തന്നെ ഒഴിവാക്കാനും വേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് ഇന്ന് പ്രധാനമന്ത്രി എത്തി നമ്മളോടത് പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തന്നെ പല രീതിയിലും സാധാരണ ജനങ്ങളിലേക്ക് ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആത്മനിർഭരൻ, പിന്നെ ഇപ്പൊ വന്നേക്കണം പുതിയതായിട്ട് ഡിക്ലെയർ ചെയ്യുന്ന സുദർശൻ, ഇതെല്ലാം തന്നെ മേക്ക് ഇൻ ഇന്ത്യ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ സാധാരണ ജനങ്ങളെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലേക്കാണ് സർക്കാർ കൊണ്ടുവന്നത്. അതിൻ്റെ ഒപ്പം ഇപ്പോൾ വന്ന സുദർശൻ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്താൻ പറ്റിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയുടെ കൂടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിലാണ് ഇമ്പോർട്ടൻറ്റ്. 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ടെക്നോളജി പരമായിട്ടും IT പരമായിട്ടും എല്ലാ രീതിയിലും മറ്റുള്ള കാര്യങ്ങൾ പഴം, പച്ചക്കറി, അങ്ങനെയുള്ള കൃഷി കാര്യങ്ങളിലെല്ലാം തന്നെ ഇന്ത്യൻ ജനത നിലവിലും മുമ്പിലാണ്. പക്ഷേ ഇവിടെ ഈ ടെക്നോളജി പരമായിട്ട് ഡെവലപ്പായി വരുന്ന ആളുകൾ, പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് വിദേശ രാജ്യങ്ങൾ അവിടെ ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയും വൻ ശമ്പളം കൊടുക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ ഇപ്പൊ തടസ്സമായിട്ടുള്ളത്. അതിനെ ലഘൂകരിക്കാൻ പറ്റുന്ന രീതിയാണ് ഇപ്പൊ സർക്കാർ പുതിയ മാനദണ്ഡങ്ങളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ പാസ്സായി ഇറങ്ങുന്ന കുട്ടികൾക്ക് ഇവിടെ തന്നെ അവർക്ക് ബിസിനസ് ആണെങ്കിലും ജോലിയാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അവർക്ക് നല്ലൊരു വരുമാനം
നല്ലൊരു ജീവിതമാർഗം എത്തിക്കാവുന്ന രീതിയിലേക്ക് സർക്കാർ മുൻകൈ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ 140 കോടി ജനങ്ങൾക്ക് വിൽക്കാൻ പാകത്തിന് നമ്മുടെ സമീർ മോദി സാറ് ഏകദേശം 800-ലധികം പ്രൊഡക്റ്റുകൾ, ഇന്ത്യൻ പ്രൊഡക്റ്റുകൾ ഇപ്പൊ തന്നെ വിപണിയിൽ നമുക്കുണ്ട്. ഇതാണ് നമുക്ക് ഈ ബിസിനസ്സിൽ, ഈ സംരംഭത്തിൽ നമുക്ക് ഇൻക്ലൂഡ് ആവാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ചാൻസ് എന്ന് പറയുന്നത് ഇതാണ്. കാരണം 800-ലധികം പ്രൊഡക്റ്റ് നമ്മൾക്കുണ്ട്, നല്ലൊരു നെറ്റ്വർക്ക് നമുക്കുണ്ട്. ഇനിയും ഈ അവസരം നമ്മൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് ഈ ബിസിനസ് അവസരം എത്തിക്കാനും അവരെ സ്വദേശീയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കാനെല്ലാം നമ്മളുടെ ഇപ്പോഴത്തെ മോദിക്കാരനെ കൊണ്ട് നടക്കും. അപ്പൊ അതുകൊണ്ട് മാക്സിമം ആളുകളെ നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവരിക, ആൾക്കാരോട് ഈ അവസരം പറയുക, നമ്മുടെ പ്രൊഡക്റ്റുകൾ ഒന്നൊന്നായിട്ട് കൊടുത്തുകൊണ്ട് അവരെ ആ ഉപയോഗശീലം അവരിൽ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മോദി പറഞ്ഞ മാതിരി തന്നെ, ഓൾറെഡി നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ മാതിരി തന്നെ ആളുകൾ ഇതിനകത്തേക്ക് ആകർഷിക്കപ്പെടും. ഇതിലൂടെ നമ്മുടെ ബിസിനസ് നമുക്ക് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയും. ഇതൊരു അവസരമാണ്. എപ്പോഴും പ്രതിസന്ധികൾ വരുമ്പോഴാണ് അവിടെ അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഈ വന്ന പ്രതിസന്ധി, കഴിഞ്ഞ ഒരു പ്രതിസന്ധി വന്നപ്പോഴും മോദിക്കാർ അതിൽ വളർന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. തൊട്ട് മുമ്പത്തെ കാലഘട്ടം കൊറോണ, ആ കാലഘട്ടത്തിലാണ് മോദിക്കാരിൽ ഏറ്റവും വലിയ ബിസിനസ് നടന്നത്. തത്തുല്യമായ ഒരു അവസരമാണ് നമുക്ക് ഇപ്പൊ ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഈ അവസരം നമ്മൾ മുതലെടുത്തുകൊണ്ട് നമ്മുടെ ടീമിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടും പുതിയ പുതിയ ആളുകളിലേക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിലൂടെ വളർന്നു വരാൻ പറ്റും. എല്ലാവർക്കും വളരാനുള്ള അവസരം ഉണ്ടാവട്ടെ. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ എല്ലാവരും കഴിയട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. അതെ, തീർച്ചയായിട്ടും അജി പറഞ്ഞ വളരെ പ്രസക്തമായ കാര്യമാണ്. ഇപ്പോ നമുക്ക് രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. അത് മാത്രമല്ല, സമീർ മോദി എന്ന വ്യക്തി ആസാദി ഫോർ എവരി ഇന്ത്യൻ 29 വർഷം പറഞ്ഞ കാര്യമാണ്. അതിപ്പോ പ്രാവർത്തികമാക്കുകയാണ്. ഇനിയിപ്പോ ഇന്നത്തെ സംഭവം പറയാം. ഇന്ന് പ്രീതയ്ക്ക് ലോയാലിറ്റിയിലൂടെ 6900 പ്രൊഡക്റ്റ് ഫ്രീ ലഭിച്ചു. മോദിക്കാരന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി, നമുക്ക് ആ ഫ്രീഡത്തിൽ എത്തിക്കാൻ ആളുകളെ ആകർഷിക്കാനുള്ള ഏറ്റവും വലിയ കാര്യമാണ് ലോയാലിറ്റി. 6 മാസം പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ഒരു വ്യക്തിക്ക് 7ാമത്തെ മാസം 6 മാസം പ്രൊഡക്റ്റിന്റെ ആവറേജ് 1 മാസം പ്രൊഡക്റ്റ് ഫ്രീ ലഭിക്കുന്ന ഒരു ഓഫർ. അപ്പൊ ഇത് സംഭവിക്കുന്നത് മാർക്കറ്റിൽ കിട്ടുന്ന ഇത്രയും ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രൊഡക്റ്റുള്ള നമ്മുടെ ഓരോ ഉൽപ്പന്നങ്ങളും ഇപ്പൊ മാർക്കറ്റിൽ കിട്ടുന്ന പല പ്രൊഡക്റ്റിനേക്കാളും പകുതി വിലയ്ക്ക് ലഭിക്കുന്ന ലെവലിലേക്ക് എത്തുകയാണ്. ഇതാണ് എന്നെ അതിശയപ്പെടുത്തിയ സംഗതി. ഈ പ്രൊഡക്റ്റ് എല്ലാം ഉപയോഗിക്കാൻ തന്നെ കാരണം നമുക്ക് ലോയാലിറ്റി കിട്ടുന്നു. അല്ലെ, എല്ലാ മാസവും ഓരോ പർച്ചേസ് ചെയ്യുമ്പോഴും നമുക്ക് 10% ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്നതും മോദിക്കുന്ന വില എക്കണോമിക്കൽ എന്ന രീതിയിലേക്ക് മാറ്റാൻ സാധിച്ചു. അത് കഴിക്കുന്ന പ്രൊഡക്റ്റ്. ഇന്ന് ബ്രഷിനെ കുറിച്ച് പേസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ആർക്കും അറിയില്ല ഈ ബ്രഷ് എന്താണെന്ന് അറിയില്ല. പേസ്റ്റ് ഓരോരുത്തർക്ക് അറിയാം. ബ്രഷിന്റെ രണ്ട് സൈഡിലും ഗം എന്താ മസാജ് ചെയ്യുന്ന സാധനം 2 സൈഡിലുണ്ട്. ആ ബ്രഷിന്റെ ബാക്ക് സൈഡില് നാക്ക് വടിക്കുന്ന ടങ് ക്ലിയർ ഉണ്ട്. ബ്രഷിന്റെ ഫ്രണ്ട് സൈഡില് ആരോഗ്യ ബ്രസിൽസ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് പല്ലിന്റെ അഴുക്കുകൾ പോകാൻ വേണ്ടിയുള്ള അതൊരു എയറോഡൈനാമിക് മോഡൽ ഉണ്ടാക്കിയാണ്. ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റി ബ്രഷ് നമുക്ക് കിട്ടിയാണ്. ഞാൻ ഏറ്റവും ചെറിയൊരു കാര്യം പറയുന്നത് ബ്രഷിന്റെ കാര്യം. ആ പേസ്റ്റ് ആണെങ്കിൽ അത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പല്ലിന്റെ ഇത്ര നാളുടെ അസുഖങ്ങൾ മുഴുവൻ മാറിക്കിട്ടി എന്ന് പറഞ്ഞ അർത്ഥം, ഇങ്ങനൊരു പ്രൊഡക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങി അത് പൊട്ടിച്ച് ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെടാത്ത ഈ പ്രൊഡക്റ്റ് 800 പ്രൊഡക്റ്റും വേണ്ട എന്ന് വെച്ചാൽ തിരികെ കൊടുത്താൽ മുഴുവൻ പണം ലഭിക്കുന്ന ഒരു ഉൽപ്പന്നം. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് കമ്പനി ഇങ്ങനത്തെ നയം കൊണ്ടുവന്നു. ഇപ്പൊ എന്നെ പ്രസക്തി നോക്കി. ഇത് ജനങ്ങളിലേക്ക് എത്തുവാണെങ്കിൽ ജനങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ 3 പോയിന്റ് മതി. അവർക്ക് എല്ലാവർക്കും ഈ പ്രൊഡക്റ്റ് വേണം. അവർക്ക് ഈ പ്രൊഡക്റ്റ് മതിയാവും. ഒരു വേറൊരു പ്രൊഡക്റ്റ് നോക്കി പോവില്ല. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഈ ട്രെൻഡ് മനസ്സിലാക്കി ലോകത്തിന്റെ ഇപ്പോഴുള്ള മാറ്റം മനസ്സിലാക്കി മാറ്റത്തിനനുസൃതമായിട്ട് നമ്മൾ ഇത് കൂടുതൽ ശക്തമായി ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം എല്ലാവരുടെ ഭാഗത്തുണ്ടാവണം. എന്തായാലും നമ്മുടെ മിസ്റ്റർ സമീർ മോദി പറയുന്ന കാര്യങ്ങൾ നമ്മൾ അക്ഷരമതി പാലിക്കാൻ കിട്ടിയ ഒരു വലിയ അവസരം കൂടിയാണിത്. ഇത് ശരിക്കും ഈ എല്ലാവരുടെയും സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ, നമ്മൾ ഇരിക്കുന്ന എല്ലാവരുടെയും സ്വപ്നങ്ങൾ സമൂഹത്തിലെ ഒരുപാട് പേർക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ചാരിറ്റി കൊടുക്കാനും രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വലിയ ഉയർച്ചയിലേക്ക് എത്തിക്കാനും ഒക്കെ നമുക്ക് കാരണമായിട്ട് ഭവിക്കുകയാണ്. അതിനെല്ലാവരും തയ്യാറെടുക്കണം. ഇതൊരു വലിയൊരു അവസരമാണ്. ഇതിനകത്ത് ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഈ മോദി കെയർ ലിമിറ്റഡിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ മെമ്പേഴ്സും നമ്മൾ പ്രത്യേകം ആശംസ നേരെയാണ്. രാജ്യത്തിന് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായിട്ട് നിലകൊണ്ട ഫസ്റ്റ് ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. 96 മാർച്ച് മാസം 30-ാം തീയതി ആരംഭിച്ച കമ്പനി. സോ നമുക്ക് അഭിമാന മോമെന്റ്സ് ആണ് ഇതൊക്കെ. അതിനകത്ത് പാട്ടാകാൻ സാധിച്ചതിൽ ഞാൻ ശരിക്കും പറഞ്ഞ എന്റെ സ്പോൺസേഴ്സിനോടും മിസ്റ്റർ സമീർ മോഡിയോടും ഒക്കെ നന്ദി പറയാണ്. ഞാൻ ഗവൺമെന്റ് സർവീസിൽ
ഒരു ഗസറ്റ് ഓഫീസർ റിട്ടയർ ആയ ശേഷം ശരിക്കും ആലോചിച്ചിരിക്കുന്നു എന്താ ചെയ്യേണ്ടത്. ചെറുപ്പക്കാരൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. ജോലി കഴിഞ്ഞ ശേഷം, പഠിത്തം കഴിഞ്ഞ ശേഷം അവര് പുറം നാടുകളിൽ പോകാൻ തന്നെ കാരണം ഇവിടെ വേണ്ട ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. ശരിക്കും അവർക്കുള്ള ഓപ്പർച്യൂണിറ്റി ഈ മോദി കെയർ ഉണ്ടെന്ന് സത്യം മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് കുറെ കൂടെ ആവേശം തോന്നിയത്. ഞാൻ എൻ്റെ മോള് ആ കുട്ടിയെ ഈ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യിച്ചു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമുക്ക് ഈ ഓഗസ്റ്റ് 15 ഞാൻ പറയാൻ കാരണം, നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരാളെയും വിട്ടുകളയരുത്. വീട്ടിലുള്ള ആൾക്കാരെ ബിസിനസ്സിൽ ഫസ്റ്റ് കൊണ്ടുവന്നിട്ട് അവർക്കൊരു 1 ലക്ഷം തൊട്ട് 5 ലക്ഷം വരെ വരുമാനം ഈ വരുന്ന 2 വർഷം വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു മിഷനായിട്ട് കണ്ട് പറക്കുകയാണെങ്കിൽ ഇത് രാജ്യത്തിന്റെ പുരോഗതിയിലേക്ക്, ഇത് നമ്മളും അതിന്റെ കൂട്ടായിട്ട് ആ കൂട്ടായ്മയിൽ നമുക്കും പങ്കുചേരാൻ കിട്ടിയ അവസരം. നമ്മൾ സമ്പത്ത് ഉണ്ടാക്കണം, നമ്മൾ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യണം. നമ്മൾ ഒരിക്കലും 4 ഓർഗനൈസേഷൻ വഴിക്ക് പവർ ഓഫ് 4 വഴിക്ക് മാത്രം ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം. പവർ ഓഫ് 4 നമ്മുടെ മുഖമുദ്രയാണ്. ഇതിന്റെ എന്താ പറയുക, ഇതിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് പവർ ഫോണാണ്. വജ്രായുധം എന്ന് പവർ ഫോൺ. ഈ പവർ ഓഫ് 4 ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് ബ്ലൂ ഡയമണ്ട് വരെ എത്താന്നുള്ള ഒരു സത്യമാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഞാൻ പറയുമ്പോൾ എനിക്ക് ഈ സാഹചര്യം എനിക്ക് തോന്നുന്നത് ഏറ്റവും ബെസ്റ്റ് സമയമാണ് ഇന്നത്തെ ദിവസം, ഓഗസ്റ്റ് 15. അപ്പൊ എല്ലാവർക്കും ഒരു വിജയകരമായിട്ടുള്ള ഒരു മോദി കെയർ ലൈഫിലേക്ക് ഞാൻ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, സി യു അറ്റ് ദ ടോപ്പ്. ഓക്കെ, താങ്ക് യു.